ഗൈസ്, ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് മിഠായി തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിലാണ്. നമുക്ക് അതിന്റെ ഉൾക്കാഴ്ചകളെല്ലാം കാണാം. ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ മൺപാത്രങ്ങളുള്ള സെക്ഷൻ. അതായത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മണ്ണിൻ്റെ ഒരുപാട് അടിപൊളി ഐറ്റംസ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എത്രമാത്രം ഭംഗിയുള്ളതാണെന്നുള്ളത് കേട്ടോ. നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ഒരുവിധം സാധനങ്ങൾ, നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഖാദി ഗ്രാമോദ്योग എംപോറിയം. അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ, ഖാദിയുടെ മറ്റ് പ്രൊഡക്ട്സ് ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് കേട്ടോ. ഈ ഏരിയയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ശില്പങ്ങൾ, അതായത് നമ്മൾ കൃഷ്ണൻ്റെയും നമ്മുടെ ബുദ്ധൻ്റെയൊക്കെ നമ്മൾ വീടിന് മുന്നിൽ വെക്കാൻ പറ്റുന്ന ഒരുപാട് ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കൂജകൾ, മൺകൂജകളും മണ്ണിൻ്റെ പാത്രങ്ങളും തളികകൾ എല്ലാം ഇവിടെ കാണാം കേട്ടോ. പിന്നെ ഹാങ്ങിങ്സ്, നമ്മൾ വീട്ടിലൊക്കെ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ വീടിന് മുന്നിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഹാങ്ങിങ്സ് തന്നെ, അത് തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റ്. ഞങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് കേട്ടോ. അതാണ് ഏറ്റവും പ്രത്യേകത. ഈ ഖാദി പ്രൊഡക്ട്സിന് വില കുറവാണ് ഗൈസ്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം മണ്ണിൻ്റെ തന്നെ നമ്മൾ ചട്ടികൾ, പാത്രങ്ങൾ, ഗ്ലാസ്, അങ്ങനത്തെ ഓരോ ഐറ്റംസ് നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഷോപ്പ് പീസ് തന്നെ, നമ്മൾ ദൈവങ്ങളുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കൃഷ്ണൻ്റെ, ഗണപതിയുടെ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഷോപ്പ് പീസുകൾ. പിന്നെ കണ്ടോ പാത്രങ്ങൾ, എത്ര ഐറ്റംസ് ആണെന്ന് പറയാം. നമുക്ക് ഈ ഫ്ലവർ വേസ്, അതായത് നമ്മൾ ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ കാണാം കേട്ടോ ഇതിൽ. ഈ ഹാങ്ങിങ്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഈ കൃഷ്ണൻ്റെ ഒക്കെ അടിപൊളി വിഗ്രഹങ്ങളാണ്. അതിന് താഴെ നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കൃഷ്ണനും രാധയൊക്കെ ഉള്ളത്. അടിപൊളി സാധനങ്ങളാണ്. അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത അഫോർഡബിൾ റേറ്റാണ്. പിന്നെ നമ്മൾ ഈ ഉപ്പിലിട്ട് വയ്ക്കാൻ പറ്റുന്ന നമ്മുടെ ഭരണികളൊക്കെ അടിപൊളിയായിട്ട് കാണാറുണ്ട് കേട്ടോ. ഈ സ്പോട്ട് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ മാനാഞ്ചിറയിൽ നിന്ന് മിഠായി തെരുവിലേക്ക് വരുമ്പോൾ നമ്മൾ SK പൊറ്റക്കാരൻ്റെ സ്റ്റാച്ചു കഴിഞ്ഞ് മുന്നോട്ട് വന്ന ഫസ്റ്റ് റൈറ്റിലേക്കുള്ള റോഡാണ് കേട്ടോ.